മെയ് 17 പരിശുദ്ധ പാത്രിക്കീസ് ബാവ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത ആയിരുന്ന കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കൽപ്പന ഇറങ്ങുകയും 18 അദ്ദേഹം കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക സ്റ്റേ മേടിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവിടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പള്ളിയിലെ തലേദിവസം ഔദ്യോഗികമായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പം അച്ഛനും ട്രസ്റ്റിയും സെക്രട്ടറിയും ഒന്നും തയ്യാറല്ലാതെ വന്നപ്പോൾ അവരെ കമ്മിറ്റിക്ക് വിട്ടു. കമ്മിറ്റി പറഞ്ഞു ഔദ്യോഗികമായിട്ട് സ്വീകരണമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർ 1-2 പേര് പറഞ്ഞു ഞങ്ങൾക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ ഔദ്യോഗികമായ യാതൊരു സ്വീകരണങ്ങളും ഇല്ല, നിങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ഇവിടെ പള്ളി ഒഫീഷ്യലായിട്ട് ഒരു സ്വീകരണം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പള്ളിയിൽ ഒഫീഷ്യലായിട്ട് ഒരു സ്വീകരണം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത്. ഇതിനു മുമ്പ് ഇദ്ദേഹം കുറ്റു പള്ളിയിൽ പോവുകയും പല പള്ളികളിൽ പോയി ഇദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹം ചെല്ലുന്ന പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ ചാവേറുകളായ കുറെ അച്ഛന്മാരുണ്ട്. ഈ അച്ഛന്മാരിരിക്കുന്ന പള്ളികളിൽ ഇദ്ദേഹത്തിന്റെ ഗുണ്ടകളുമായിട്ട് ഇദ്ദേഹം ചെന്ന് ലൈവ് ഷോയും എല്ലാം കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ശരിക്ക് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ജ്ഞാനായ സമുദായത്തിന്റെ പരമമേലധ്യക്ഷൻ എന്ന് പറയുന്നത് അന്ത്യോക്യ പാത്രിക്കീസ് ബാവയാണ്. ആ അന്ത്യോക്യ പാത്രിക്കീസ് ബാവയാൽ മുടക്കപ്പെട്ട സേവേറിയോസ് തിരുമേനി എന്റെ ഇടവ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് മുത്തുക്കുടയും പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഗുണ്ടകൾ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ, അന്ത്യോക്യ പാത്രിക്കീസ് നീണാൾ വാഴട്ടെ, മുടക്കപ്പെട്ട സേവേറിയോസ് മെത്രാൻ കോവായിക്കെന്ന് മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. 11 വയസ്സുള്ള എന്റെ മകനും എന്റെ കൂടതിൽ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനെ ഈ ഗുണ്ടകള് മുത്തുക്കുടയ്ക്കകത്ത് വെച്ചിരുന്ന കമ്പിയൊടി വെച്ച് എന്നെ അടിക്കുകയും എന്റെ ദേഹമാസത്തിൽ അടിക്കുകയും എന്റെ ഇവിടെ ഓരത്തിന് അടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ട്. എന്റെ കണ്ണിന്റെ പിരിയത്തിന്റെ ഇവിടെ ഒരു 18 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ രക്തം പാർന്ന് പള്ളിക്കകത്ത് കയറി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്നും ആരോ പോലീസിനെ വിളിച്ചു. തിരുവനന്തപുരം പോലീസ് അവിടെ എത്തുകയും അവർ ആംബുലൻസ് വിളിച്ച് ആ ആംബുലൻസിൽ ഈ പള്ളിയിലെ ആരും ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ ഹോസ്പിറ്റലിലാക്കിയില്ല. ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ മേളിൽ അവിടെ കിടന്നതിന് ശേഷം എന്റെ ഈ 11 വയസ്സുള്ള മകൻ എന്നെ ആംബുലൻസിൽ കയറി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും അന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത പ്രാധാന്യത്തോടെ വന്നതുമാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോലീസ് വന്ന് മൊഴിയെടുക്കാനൊന്നും വരാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമുദായത്തിലെ തന്നെ കുറെ ആളുകളെ ഇത്രയും അക്രമം നടന്നിട്ട് പോലീസ് മൊഴിയെടുക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് 23 തന്നെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ദൃശ്യങ്ങളും എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. അതിനുശേഷം 23 വൈകുന്നേരം ചിങ്ങവനത്ത് നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയും എന്റെ മൊഴിയെടുക്കുകയും ഞാൻ പറഞ്ഞ മൊഴിയൊന്നും എഴുതാതെ അദ്ദേഹത്തിന് തോന്നിയതുപോലെ എന്തൊക്കെ എഴുതി അവിടെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോയതും ആണ്. അതിനുശേഷം 24 ഞാൻ FIR കാണുവാനിടയായി. 739/2024 എന്ന FIR നമ്പറിൽ ചിങ്ങവനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടത്തക്ക രീതിയിൽ വളരെ ചെറിയ വകുപ്പുകളിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരായാൽ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇവരെ വളരെ നിസ്സാര വകുപ്പുകളിട്ടാണ് കേസെടുത്തത്. ആയതിനാൽ ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്റെ വൈഫ് ചങ്ങനാശ്ശേരി ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ചങ്ങനാശ്ശേരി സിറ്റിംഗ് ഇല്ലാഞ്ഞ കാരണം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ പോയി ഒരു CMB ഫയൽ ചെയ്യുകയുണ്ടായി. അതിനുശേഷം അത് വീണ്ടും അടുത്ത ഡേറ്റ് മാറ്റി വെച്ചു. അങ്ങനെ ഈ CMB ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരികയും അവിടെ ഡേറ്റുകൾ മാറി മാറി അവസാനം 10 ജൂലൈ ഇതിന്റെ ഓർഡർ പറയാമെന്ന് പറഞ്ഞിട്ട് അന്നും മാറ്റിവെച്ചു. 11 ജൂലൈയിൽ ഇതിന് കൃത്യമായ ഓർഡർ പറഞ്ഞു. ഈ CMBയുടെ നമ്പർ 2199/2024 ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി. ഈ CMB അവിടെ നിന്ന് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് ഈ CMBയുടെ പുറത്ത് 2011 ജൂലൈ 11 ചിങ്ങവനം SHOയ്ക്ക് ഈ CMB ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. മതിയായ സെക്ഷൻ ഇട്ട് കേസെടുത്ത് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടിട്ടുള്ളതാണ്. ആയതിനു ശേഷം ഇന്ന് 90 ദിവസങ്ങൾ കടന്നിരിക്കുകയാണ്. ഇപ്പോഴും പോലീസ് യാതൊരു പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവസാനം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ സെപ്റ്റംബർ മാസം 4 മുതൽ ഇതിനകത്തെ പ്രതികൾ എല്ലാവരും ജാമ്യത്തിനായിട്ട് മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിച്ചതാണ്. അതിൽ 1-ാം പ്രതിയായിരിക്കുന്ന സേവേറിയോസ് തിരുമേനിയെ പോലീസ് സ്വാധീനം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇദ്ദേഹം
എന്റെ കേസിലെ ഒന്നാം പ്രതിയാണ്. ഇദ്ദേഹത്തിന്റെ ഗൂഢാലോചന മൂലമാണ് അവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിപ്പോ ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെവിടെയെങ്കിലും മീറ്റിംഗ് കൂടിയതാണോ, അവര് ഫോണിൽ സംസാരിച്ചതാണോ, എങ്ങനെയാണ് ഗൂഢാലോചന എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. പോലീസ് യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പോലീസ് തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. ആ പള്ളിയിൽ അന്നേ ദിവസം ലൈവ് ചാനലുകളും CCTV ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന CCTV ദൃശ്യങ്ങളെ ഊരിയിട്ടിരിക്കുകയാണെന്നാണ്. ഇത് മനഃപൂർവ്വം തെളിവുകൾ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതുപോലെ ഈ മൊഴിയെടുക്കുവോ, എന്റെ അന്നത്തെ ഈ ഡ്രസ്സ് എടുക്കുവോ, ഷർട്ട്, ബനിയനെ മുതലായവ തൊണ്ടി സാധനങ്ങൾ എടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇദ്ദേഹം പോലീസ് എടുത്ത FIR-ൽ തിരുമേനി സ്ലീബ വീശി ആംഗ്യം കാണിച്ചുകൊണ്ട് അടിക്കട അടിക്കട കൊല്ലട കൊല്ലട എന്ന് പറയുന്നതായി പോലീസിന്റെ 739 FIR-ൽ ഉള്ളതാണ്. അതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് അന്വേഷണം ഒന്നും ആകുന്നില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഇവർ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരും ഒരു സമുദായത്തിന് തന്നെ വലിയ മെത്രാപ്പോലീത്ത ആയിരുന്ന സസ്പെൻഡ് ചെയ്ത മെത്രാനുമായതിനാൽ ഇവർക്ക് നല്ല പിടിപാടുള്ളതുകൊണ്ട് ഞാൻ കോടതിയെ ശരണം പ്രാപിച്ച് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ചെല്ലുകയും അവിടെ എനിക്ക് വക്കീലുമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പാർട്ടിയും പേഴ്സണായിട്ട് ഒരു CMB 3651/2024 CMB അവിടെ സ്വന്തമായിട്ട് ഫയൽ ചെയ്യുകയും ആ CMB-യുടെ പുറത്ത് അടുത്ത ഡേറ്റ് തരികയും ആ CMB ഇപ്പൊ 3/10/2024 ഇപ്പോൾ പെൻഡിങ്ങിലുള്ളതാണ്. 3/10/2024 ആ CMB പെൻഡിങ് ഉള്ളതാണ്. ആയതിനു ശേഷം ഇവരുടെ ജാമ്യം 4-ാം തീയതി മുതലേ ഈ ജില്ലാ കോടതി പരിഗണിച്ചിട്ട് 4-ാം തീയതി ജാമ്യം കൊടുത്തില്ല, 6-ാം തീയതി കൊടുത്തില്ല, 10-ാം തീയതി കൊടുത്തില്ല, 11-ാം തീയതി കൊടുത്തില്ല, 12-ാം തീയതി കൊടുത്തില്ല, 13-ാം തീയതി കൊടുത്തില്ല, 24-ാം തീയതി കൊടുത്തില്ല, 26-ാം തീയതി ഓർഡേഴ്സിന് വെച്ചിട്ട് 27-ാം തീയതി അവര് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഓർഡർ ഇട്ടിട്ടുള്ളതാണ് ഇന്നലെ. ഈ ഓർഡർ ഞാന് ഈ കേസിനകത്ത് ഒന്നാം പ്രതിയായ സേവരോസ് തിരുമേനിയെ പോലീസ് വളരെ അധികം സ്വാധീനത്തിന്റെ ഫലമായിട്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഈ കേസിന്റെ പേരിൽ ചിങ്ങോന SHOയ്ക്കും ചങ്ങനാശ്ശേരി DYSPക്കും കോട്ടയം SPക്കും കോട്ടയം കളക്ടർക്കും കേരള DGPക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും എല്ലാം ഈ കാര്യത്തിൽ ഞാൻ കംപ്ലൈന്റ് അയച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ 11 വയസ്സുള്ള മകൻ മോഹാലസ്യപ്പെട്ട് അപ്പനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരുന്നത് കണ്ടുകൊണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുകയും അവനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. രാത്രി കാലങ്ങളില് അവനെ ഇപ്പോഴും അവന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. രാത്രി ഞെട്ടി ഉണരുന്നുണ്ട്. ജൂലൈയിൽ ഇത് പോക്സോ പ്രകാരമൊക്കെ കേസെടുക്കേണ്ടതാണ്. പോലീസ് ഈ കാര്യങ്ങളൊന്നും ഒരു കാര്യങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോഴും പോലീസ് ഒരു കാര്യം ചെയ്യുന്നില്ല. ഈ ജില്ലാ കോടതി ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ ഈ ഓർഡർ ഇതിനകത്ത് ആദ്യത്തെ 1-2 പ്രതികൾക്ക് ജാമ്യം തള്ളിയിട്ടുള്ളതാണ്. അനൂപ് കുര്യൻ പാടകശ്ശേരി ഹൗസ് കുറിച്ചി PO കോട്ടയം, തമ്പി മാത്യു മുക്കാട്ട് ഹൗസ് നീലമ്പേരൂർ PO ചങ്ങനാശ്ശേരി കോട്ടയം, ഈ 2 പ്രതികൾക്ക് ജാമ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അത് കൂടാതെ 3-ാം പ്രതിയായ ജോസ്കറിയ കളക്കാട്ട്, ചിക്കു ജോസ് കളക്കാട്ട് കുറിച്ചി, TB തോമസ് പാടകശ്ശേരി കുറിച്ചി, ഉന്നൂസ് കറിയ 73 വയസ്സ് കൊച്ചിളശ്ശേരി ഹൗസ് കുറിച്ചി. ഇദ്ദേഹം ഈ 73 വയസ്സുള്ള ഇദ്ദേഹമാണ് എന്നെ മുത്തുകുടയ്ക്ക് കുത്തിയത്. ഇദ്ദേഹത്തിന്റെ പ്രായം 73 വയസ്സ്. എന്റെ പിതാവിനെക്കാട്ടിലും പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹമാണ് എന്നെ മുത്തുകുടയ്ക്ക് കുത്തിയത്. ജോബി ജോസഫ് കാരിക്കോട്ടെ കുറിച്ചി. ഇത്രയും ആൾക്കാരാണ് ഇതിനകത്തെ പ്രതികളെ. ഈ നടപടിയിൽ ഈ കോടതിയുടെ ഈ തീരുമാനം, കോടതിയുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ പ്രതി ഒരു സാധാരണക്കാരനും വാദി ഒരു സാധാരണക്കാരനും ഇര ഒരു സാധാരണക്കാരനും പ്രതികൾ ഉന്നതരുമാണെങ്കിൽ ഇവിടെ പോലീസ് ജാമ്യം തള്ളിയാലും പ്രതികളെ അറസ്റ്റ് ചെയ്യത്തില്ല. ഇന്ന് 90-100 ദിവസം അടുത്തായി ഈ സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഈ പ്രതികളെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഈ കോടതി ഉത്തരവ് ഞാൻ വളരെ വൈകി രാത്രി 9 മണിക്ക് ചിങ്ങോനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ ചിങ്ങോനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു പ്രതികളൊക്കെ ഇവിടെ വരുമെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 1-ാം പ്രതിയും 2-ാം പ്രതിയോ അവര് ജാമ്യം എടുക്കാൻ ഹൈക്കോടതിയിൽ പോയെന്ന്. അവർക്ക് ജാമ്യം എടുക്കാൻ ഹൈക്കോടതിയിൽ പോകാനുള്ള കാര്യങ്ങൾ അറിയാമല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകോ, നിങ്ങൾക്ക് ജാമ്യം കിട്ടും. ഇവരെ സാധാരണക്കാരാണെങ്കിൽ ഇവരിങ്ങനെ വിടുവോ? ഇന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യുന്ന അവധിയാ. അതുകൊണ്ട്
ഈ ഒന്നാം പ്രതിയെ 120B പ്രകാരം ഗൂഢാലോചന കൃത്യമായിട്ട് ഈ കേസിൽ നടന്നിട്ടുള്ളതാണ്. 8 പ്രതികളുള്ള കേസിൽ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഗൂഢാലോചന ഉണ്ടെന്ന്. 8 പേര് കൂടി ഒരാളെ തല്ലിച്ചതച്ച കേസിൽ ഗൂഢാലോചന 100% ഉണ്ട്. അത് കണ്ടുപിടിക്കേണ്ട പോലീസാണ്. 120B അനുസരിച്ച് കേസെടുക്കണമെന്നും 308 പ്രകാരം കൊലപാതകത്തിന് കേസെടുക്കണമെന്നും ഞാൻ ഈ ഭരണകൂടങ്ങളോടെല്ലാം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ എന്റെ മോന്റെ കാര്യത്തില് ഞാന് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ ഉടനെ കേസ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പോക്സോ അല്ലെ ജുവനൈൽ ആക്ടുകൾ വെച്ച് ഞാൻ അടുത്ത കേസുകൾ കൊടുക്കുന്നതായിരിക്കും. എന്റെ ജീവന് തന്നെ ഇപ്പോൾ ഭീഷണിയാണ്. ഇവര് സ്വാധീനമുള്ള ആളുകളാണ്. അവര് ഗുണ്ടകളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും കൊട്ടേഷൻ കൊടുക്കാനും എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ ഈ വിവരങ്ങൾ കാണിച്ച് നമ്മുടെ ചിങ്ങോന SHOയ്ക്കും കോട്ടയം SP-ക്കും DGP-ക്കും കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നാളിതുവരെ എനിക്ക് യാതൊരുവിധ പോലീസ് പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുള്ളതല്ല. ആയതിനാൽ ഇത് ഹൈക്കോടതിയായിട്ട് ഞാൻ നിയമം വിദഗ്ധരുമായിട്ട് ആലോചിച്ച് തിങ്കളാഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഞാൻ ഈ ഒന്നാം പ്രതിയെ ഒഴിവാക്കാതെ ഒന്നാം പ്രതിയെ കൂടി ഉൾപ്പെടുത്തി 220B 308 വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നതിന് കേരള പോലീസിനെ നിർദ്ദേശിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. പോലീസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള പോലീസിനോട് ജാമ്യം തള്ളിയ പ്രതികളുടെ കാര്യം ചോദിച്ചാൽ പോലീസ് പറഞ്ഞു അവർ ജാമ്യം എടുക്കാൻ ഹൈക്കോടതി പോയിരിക്കുകയാണ്. പോലീസിനെയും പറയാം അവർ ജാമ്യം എടുക്കാൻ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. പോലീസും ജാമ്യമായിട്ട് ബന്ധമില്ല. അവര് കോടതി പോയി. ഏതെങ്കിലും കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഇതുപോലെ ഒരു ഉത്തരവായിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാം. അത് വരാത്തത്രയും കാര്യം അവരെവിടെ വേണേലും പോകട്ടെ, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിപ്പോ 90-100 ദിവസം ഇവർ പ്രതികളെ രക്ഷപ്പെടാൻ അവസരം കൊടുത്തിട്ടാണ് ഇപ്പം ഈ പ്രതികൾ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോഴും ഇവരേത് ഞാന് ഇതിനിടയ്ക്ക് ഒരു 3 ആഴ്ചക്കാലം ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന്റെ ഓർഡർ വന്നതിന് ശേഷം 3 ആഴ്ചക്കാലം ഞാൻ പല ലോഡ്ജുകളിൽ മാറി താമസിക്കുകയായിരുന്നു, എന്റെ വീട്ടിൽ പോലും പോകാതെ. ഇതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഉന്നത സ്വാധീനമുള്ള ആളുകളാണ്. ഇവര് നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എനിക്ക് 3 പിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണ് എന്റെ വീടിന്റെ ഉപജീവനം. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ വീടും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ ഞാന് ഇടയ്ക്ക് ഒരു 3 ആഴ്ചക്കാലം പല ലോഡ്ജുകൾ മാറി താമസിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് എന്നോട് നീ ധൈര്യമായിട്ട് വീട്ടിൽ പോകൂ, ചങ്ങനാശ്ശേരി DSP CA പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി താമസിക്കുന്നത്. പ്രതികളല്ല, അവരവരുടെ ജോലിയായിട്ട് സ്വൈര്യ വികാരം ചെയ്ത് നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്നതാണ്. അവൻ എന്നാ ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ നടപ്പ്. അവർക്ക് ഉന്നത സ്വാധീനമുള്ള മന്ത്രിസഭയിലും ഒക്കെ പിടിപാടുള്ള ആളുകളാണ് അവിടെ. അവര് രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ പിടിപാടുള്ള ആളുകളാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആളുകളെല്ലാം നിൽക്കുന്നത്. Oh.